ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടക്കത്തിൽ തന്നെ രഘു ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജീവരാജും അവൻ്റെ അച്ഛനും അമ്മയും കൂടി കയറി വരുന്ന ആ രംഗമാണ് കേട്ടോ. അവരെ കാണുന്ന രഘു പറയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നിരിക്കുന്നത്? അത് ആ കേസിൻ്റെ കാര്യം പറയാനാണെന്ന് ജീവരാജും അച്ഛനും അമ്മയും കൂടി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചീരു കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ചീരു പറയാണ്, ദേ ഞങ്ങളുടെ അച്ഛനെ കാണാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോളൂ, എന്തായാലും ആ കേസ് പിൻവലിക്കുന്ന ലക്ഷ്യമില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ മകനെയും കൊണ്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ രഘു പറയാണ്, എൻ്റെ ചീരു, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, നിൻ്റെ അച്ഛനാണ് ഇക്കാര്യം തീരുമാനിക്കണത്. വേണ്ട രഘു കേട്ടോ, അച്ഛൻ തീരുമാനിക്കേണ്ടത് എൻ്റെ തീരുമാനമാണ്, ഇയാളുടെ കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അങ്ങനെ പറയല്ലേ, നിൻ്റെ അച്ഛനെ വിളിക്കുക. അപ്പോഴേക്കും അമ്പിളി അവിടെ എത്താണ് കേട്ടോ. അമ്മാവനെ വിളിക്കുന്നുണ്ടോ എന്ന് പറയണേ. അങ്ങനെ മാഷ് കയറി വരികയാണ്. അപ്പോൾ അവരെ ഉമ്മറത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ്, ഉമ്മറപ്പടിയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്, കയറാൻ പറയുന്നില്ല. നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് മാഷ് ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ മകനെ ഒരിക്കലും തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ശിക്ഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ എൻ്റെ മകന് റാങ്കിലൊക്കെ വന്നപ്പോൾ അവൻ പഠിച്ച് നല്ല സ്ഥാനത്തോട്ട് എത്തണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി, അതുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ദയവ് ചെയ്ത് ആ കേസ് പിൻവലിക്കുമോ? അത് കേൾക്കുന്ന മാഷ് പറയണേ, ഒരിക്കലും ഞാനത് പിൻവലിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് പിൻവലിക്കുന്നതിൻ്റെ മുന്നേ ഏറ്റവും കൂടുതൽ ഇതിൽ ഇരയായി പോയത് ഗോകുലിൻ്റെ അച്ഛനും അമ്മയാണ്. അവരാണ് പീഡനം അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാനസിക പീഡനം ഉണ്ടായത് കൊണ്ട് അവരോട് ഞാൻ ചോദിക്കട്ടെ, അവർ സമ്മതം പറഞ്ഞാൽ എനിക്ക് കേസ് പിൻവലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേട്ടാ. അങ്ങനെ അവരങ്ങ് പോകുന്നു. എന്നാൽ ഈ സമയം ചീരുവിനെ അത് ഇഷ്ടപ്പെടില്ല. ചീരു ദേഷ്യപ്പിടിക്കുകയാണ്. ചീരു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയണേ, നമ്മുടെ അച്ഛൻ്റെ ഒരു കാര്യം, അയാളെ രക്ഷപ്പെടുത്താൻ മാത്രമാണ് ആ ജീവരാജിനെ വിടുന്നത്. അഭിനയൻ എത്ര തെറ്റ് ചെയ്താലും നിങ്ങളാരും പഠിക്കില്ല, അയാൾ കള്ളനാണ്, പഠിച്ച കള്ളനാണ്, അയാൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ തനി സ്വരൂപം പുറത്തു വരും എന്നൊക്കെ ഇങ്ങനെ ചീരു പറഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അമ്പിളി പറയണേ, എടി നീ വിചാരിക്കുന്നത് ഒന്നുമല്ല, ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, നിങ്ങൾക്കാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്, എൻ്റെതല്ല തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ചീരു എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ അവിടെ ഇട്ട് രഘു കയറി വരികയായിട്ട്. അപ്പോൾ രഘു അമ്പിളി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിനയൻ്റെ കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഉടനെ അമ്പിളി പറയണേ, എന്താ രഘു ഏട്ടാ ഇന്ന് പുറത്ത് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെന്താ, അദ്ദേഹം എന്നോട് അമ്മ അവനെ ടൗണിലോട്ടൊന്ന് പോകാൻ പറഞ്ഞു. അതെന്താ? സച്ചി സാറിനെ കാണാൻ, സച്ചി സാറിനെ കണ്ടിട്ട് ഈ വിവരങ്ങളൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ജീവരാജിൻ്റെ കേസ് പിൻവലിക്കുന്ന കാര്യം. അത് കേട്ട് ചീരു ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ചീരു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന അമ്പിളി കാണുമ്പോൾ രഘുവിനോട് പറയണതേ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അത് ചീരു പറയുന്ന അഭിപ്രായക്കാരി തന്നെയാണ്, ആരുതിൽ നിന്ന് രക്ഷപ്പെടുന്നു വേണ്ട. പക്ഷേ സച്ചി സാറിനോട് പറയേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. പഠിക്കാനും അത്യാവശ്യം കഴിവുള്ള ഒരു ചെറുക്കൻ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ, അപ്പോൾ നിർബന്ധിക്കണ്ട. രഘുവേട്ട ആരുടെയും ഇതിന് കേട്ടിട്ട് നിർബന്ധിച്ച് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അവരെ തെറ്റി നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം അനുപമ ഇങ്ങനെ മഞ്ചാടിയെ യാത്രയൊക്കെയാണ്, നീ ഇവിടെ നിന്ന് ആദ്യമായിട്ടില്ല പോകുന്നത്, എന്തായാലും നിനക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞയക്കാൻ പോവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രനും കയറി വരുന്നത്. അപ്പോഴാണ് ഗേറ്റ് തുറന്ന് സുശീല കയറി വരുന്നത്. വരുന്നു മാരണം, ഇനിയിപ്പോൾ എന്തൊക്കെയാണോ ഇവിടെ ഉണ്ടാവുക എന്നിങ്ങനെ അനുപമയോട് മഞ്ചാടി സ്വകാര്യമായി പറയുന്നുണ്ട്. അതേ ഒരു സ്വയം തോന്നൽ ഇന്ദ്രനും ഉണ്ട് കേട്ടോ. അങ്ങനെ സുശീല കയറി വരുമ്പോൾ, ആഹാ, അനന്തമാഷിൻ്റെ വീട്ടിലുള്ളവരെല്ലാം ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ? അത് കേൾക്കുന്ന മഞ്ചടി പറഞ്ഞ്, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അപ്പോഴേക്കും, എടാ, നിൻ്റെ പെറ്റമ്മ നിൻ്റെ വീട് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, എന്നാൽ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, നീ ഇവിടെ കയറി എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, അമ്മ ഇങ്ങോട്ട് താൽക്കാലം കയറിയിരിക്ക്, എനിക്ക് മഞ്ചാടിയെ ഒന്ന് ആക്കി കൊടുക്കണം, മഞ്ചാടിയെ ആക്കി കൊടുത്ത് കട ഒന്ന് തുറന്ന് വെച്ച് ഞാൻ വേഗം വരാം, അമ്മ ഇവിടെ ഇരുന്നോളൂ, അകത്തോട്ട് കയറിക്കോളൂ. അകത്തോട്ടൊന്നും ഞാൻ കയറുന്നില്ല, എനിക്ക് പുറത്തിരിക്കാൻ ആരുടെയും സമ്മതം വേണ്ടല്ലോ എന്ന് അനുപമയുടെ മുഖത്തടിച്ച് പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ അനുപമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ, സുശീലയല്ലേ, അധികമൊന്നും സംസാരിക്കാനും പറ്റില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ്. അതായത് ഗോകുല് രാഹുലിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഗോകുലിനെ കാണുമ്പോൾ രാഹുലിൻ്റെ അച്ഛനമ്മക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. രമ, നീ അവളെ കയറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്ത് സങ്കടത്തോടു കൂടി കയറി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്നലെ രാത്രി മോന് വല്ലാതെ ലേറ്റായിട്ടാണ് വന്നത്. അത് കേട്ട ഉടൻ തന്നെ ഗോകുല് പറയാണ്, സംഭവമൊക്കെ ശരി, ഡോക്ടർ പണിയൊക്കെ തന്നെയാണ്, പക്ഷേ എവിടെയില്ലാത്തൊരു ഡോക്ടർ ഇത്രയും നേരം വൈകിയെങ്കിൽ ഞങ്ങളുടെ പെങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ലേ, ഒരു വിവരമൊന്നും അറിയിക്കായിരുന്നില്ലേ. അപ്പോൾ വിശ്വനാഥൻ പറയാണ്, സംഭവമൊക്കെ ശരിയാണ്, മോൻ പറയുന്നത് കാര്യമുണ്ട്, പക്ഷേ അവന് ഒരു സർജറിയാണ് ചെയ്തിരിക്കുന്നത്, വല്ലാതെ മുഷിഞ്ഞു, അപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ അവന് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അതൊക്കെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് പോന്നു എന്ന് കരുതി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, എന്തുവിനെയെങ്കിലും ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ, അവളുടെ സങ്കടം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ ഗോകുല് പറയാനേട്ടാ.
പിന്നീട് രാഹുലിൻ്റെ അടുത്തോട്ട് പോയിരിക്കുന്ന ഇന്ദുവിനെയാണ് കാണിക്കുന്നത്. ഇന്ദുവിനെ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ രാഹുൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അങ്ങനെ രാഹുൽ, എന്തിനാ ഇന്ദു നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ എൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കല്യാണം കഴിച്ചതുകൊണ്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നീ ടെൻഷൻ ആവണ്ട, ഞാൻ ലീവിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 1-2 ദിവസങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് നീ മൈൻഡ് ആക്കണ്ട. ഒരു ഡോക്ടറുടെ ഒരു ജോലിക്ക് തടസ്സം നിൽക്കാതെ നീ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിതൊക്കെ തോന്നുന്നത് എന്നോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് എന്ന് എന്തു പറയാൻ കേട്ടോ. എന്താ എന്തു നീ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറയുന്നത്? എന്തിന് ഞാൻ നിന്നെ പ്രതികാരം വീട്ടണം? എനിക്കൊരു പ്രതികാരവും ഇല്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്ക് ലീവ് കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലായിടത്തേക്കും ഇറങ്ങാം. അങ്ങനെയാണോ രാഹുലേട്ടാ? അപ്പോൾ പ്രതികാരമൊന്നുമില്ല ഇല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇന്ദുവിന് സന്തോഷമാവാണ്. പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത്. സുശീല ഇങ്ങനെ അനുപമയെ കുത്തി നോവിക്കുകയാണ്. എന്താ ചെയ്യാൻ, അച്ചിക്കൊന്തനാണ്. അച്ചിക്കൊന്തൻ ഇങ്ങനെ ആയ അച്ചി വീട്ടിൽ ഇങ്ങനെ കിടക്കും, അത്രയൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് താഴ്ത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ ഒരു വാളെടുക്കാനുള്ള ദേഷ്യം, ഒരു മടാള് അകത്ത് നിന്ന് എടുക്കാനുള്ള അത്രയും കലിപ്പോട് കൂടിയിട്ട് അനുപമ അങ്ങ് പോവുകയാണ്. പക്ഷെ അത് സുശീല കാണുന്നില്ല. അങ്ങനെ പിറകോട്ട് നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ആരോടെ സംസാരിച്ച് അവളത് കേട്ടില്ലായിരുന്നോ എന്നിങ്ങനെ സുശീല പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വിശ്വനാഥൻ്റെ അടുത്തെത്തിയിരിക്കുന്ന ഗോകുലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗോകുൽ ഇങ്ങനെ പറയാണ്, ഇനി എന്തായാലും ടെൻഷൻ ആവണ്ട, എന്തായാലും എന്ത് പോയിട്ട് ഇന്ദുവിനെയും കാണാനില്ലല്ലോ, നീ ഒന്ന് പോയി നോക്കൂ രമ എന്ന് വിശ്വനാഥൻ ഭാര്യയോട് പറയാണ്. അപ്പോൾ അവർ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഇവിടെ രാഹുലും ഇന്ദുവും കൂടി ഇറങ്ങി വരുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടി കയറി വരുന്നത് കാണുമ്പോൾ തന്നെ ഗോകുലിൻ്റെ മനസ്സ് നിറയാണ് കേട്ടോ. കാരണം ഇന്ദുവിൻ്റെ മുഖത്തുള്ള പുഞ്ചിരി കണ്ടപ്പോൾ ഗോകുലിൻ്റെ മനസ്സ് നിറയണം. അപ്പോൾ ഉടൻ തന്നെ രാഹുലിനെ കണ്ടവിടെ തന്നെ ഗോകുൽ ചോദിക്കുകയാണ്, എന്താ രാഹുൽ, ഡോക്ടറുടെ പണിയൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും ഇത്ര ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് വിവരം അറിയിക്കുകയായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇന്ദുവിനെ ഒന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഗോകുൽ, നീ പണ്ടൊക്കെ ആയിരുന്നപ്പോൾ എന്തെല്ലാം തെറ്റുകളിലൂടെ നീ പോയിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നിപ്പോൾ എന്നെപ്പോൾ നീ നേരാക്കുന്നു എന്ന ആ ഒരു ഇത് പറയുമ്പോൾ ഗോകുലിന് ആകെ ഒരു ജാതി ആവണം കേട്ടോ. ആകെ ഒരു നാണം കെട്ടതുപോലെ ആവണം. അപ്പോൾ ഇന്ദുവിൻ്റെയും മുഖം മാറി മറിയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വിശ്വനാഥൻ പറയണേ, എന്ത് സംസാരമാണ് നിൻ്റെ? ഇതിപ്പോൾ ഇതിനിടയ്ക്ക് വലിച്ചഴക്കേണ്ട ആവശ്യം എന്താണ്? അവൻ്റെ പെങ്ങളാണ് ഈ പറയുന്ന ഇന്ദു. അവളുടെ വിഷമം കണ്ടിട്ട് നിന്നെ ഒന്ന് ചോദിച്ചതിന് നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാനിട്ടാ. അപ്പോൾ ഈ സമയം എൻ്റെ മാനസികാവസ്ഥ ഇവർ മനസ്സിലാക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ അത് കേട്ടോടെ തന്നെ ഗോകുൽ പറയണ, എന്തായാലും രാഹുലേ, നീ എൻ്റെ തെറ്റുകൾ നീ പറയുന്നുണ്ടല്ലോ, എന്തായാലും എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കേണ്ട, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ കഴിഞ്ഞു പോയ കഥകളാണ്, അതിൽ നിന്നൊക്കെ ഗോകുൽ തിരിച്ചെത്തിയിരിക്കുന്നു, അതുകൊണ്ട് അത് വിട്ടേക്ക് എന്ന് പറയാനിട്ടാ. എന്നിട്ട് അങ്ങ് ഇന്ദുവിനെ, മോളെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇതേസമയം മഞ്ചാടിയാണ് കാണിക്കുന്നത്. മഞ്ചാടിയുടെ അടുത്ത് ജീവരാജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ജീവരാജും മഞ്ചാടിയും ക്ലോസ് ഫ്രണ്ടായിരിക്കുകയാണ്. പഴയ ഇഷ്ടം മഞ്ചാടിക്കുള്ളിലുണ്ടോ എന്നൊരു സംശയം കേട്ടോ. മഞ്ചാടിയുടെ പ്രവൃത്തി അങ്ങനെയാണ്. അങ്ങനെ മഞ്ചാടി പറയാണ് ജീവരാജിനോട്, എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ നീനിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞയച്ചു, അവിടെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, എന്നാലും എൻ്റെ മഞ്ചാടി, എനിക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നീ അവിടെ പോയപ്പോൾ നിൻ്റെ രഘുവേട്ടൻ ഞാൻ അവിടെ പോയപ്പോൾ നിൻ്റെ രഘുവേട്ടൻ എന്നെ അടിക്കും എന്നൊക്കെ പ്രതീക്ഷ. പക്ഷേ നിൻ്റെ രഘുവേട്ടനാണ് ഏറ്റവും നല്ല രീതിയിൽ സംസാരിച്ചത്. പക്ഷേ നിൻ്റെ ചീരു ചേച്ചി അവർ മോശമായാണ് സംസാരിച്ചത്. അവരുടെ ഭർത്താവിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ ഒരു ഇതാണ് അവർക്ക് എന്നിങ്ങനെ മഞ്ചാടി പറയാണ്. അപ്പോൾ ഉടൻ തന്നെ ജീവരാജ് അതെനിക്കും തോന്നിയെന്ന് പറയാനേട്ടാ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, അയാളെ രക്ഷപ്പെടുത്തുന്നത് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ അത് കേൾക്കുന്ന ജീവരാജ് ചോദിക്കുകയാണ്, ഞാനല്ലേ തെറ്റ് യഥാർത്ഥത്തിൽ ചെയ്തത്, അപ്പം എനിക്ക് എന്നോട് ദേഷ്യമില്ല. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി കിടന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട്, നീ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ നീ പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആയതുകൊണ്ട് ഞാൻ നിനക്കൊരു ഇളവ് തന്നിരിക്കുന്നു, അതുപോലെയല്ലല്ലോ അവർ ഭാര്യയും ഭർത്താവല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ മഞ്ചാടിക്കുള്ളിൽ ജീവരാജിനോടൊരു ഇഷ്ടം തോന്നുന്ന ഒരു സീനിലാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ദാസും രഘുവും കൂടിയിട്ട് സച്ചിയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. സച്ചി ആകെ കിളി പോയിരിക്കുകയാണ് തൻ്റെ മകളുടെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോഴാണ് എന്താ ദാസെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആനന്ദമാഷ് പറഞ്ഞിട്ട് വന്നതാണ്, എൻ്റെ അണ്ണൻ പറഞ്ഞ് വന്നതാണ്. അപ്പോൾ മാഷ് എന്താ വരാഞ്ഞി എന്നൊക്കെ സച്ചി സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ പറയാനാണ് വന്നത്. അപ്പോൾ ഉടൻ തന്നെ, എന്ത് കാര്യം? അല്ല, മകളെ കെട്ടിച്ചിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി പറയണേ, മകളുടെ കാര്യത്തിൽ ചെറിയൊരു സങ്കടത്തിലാണ് ഞങ്ങളൊക്കെ. കാരണം ഒരു ഇഷ്ടപ്പെടാത്തൊരു കല്യാണം പോലെ, അവന് കല്യാണം കഴിച്ചതുപോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു. ഒരു പക്ഷേ തോന്നലായിരിക്കാം, പെട്ടെന്നുള്ള എടുത്ത ചാട്ടം കൊണ്ട് വിവാഹം കഴിച്ചു എന്ന ഒരു തോന്നലുകൊണ്ട് എന്താ എന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് പറയാണ്. അതെന്താ അങ്ങനെ, അവനെന്താ ഡോക്ടറായിട്ടും അവനക്ക് ലീവ് എടുത്തൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിട്ടോ. അതെന്തായാലും ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്
നിങ്ങൾ വന്ന കാര്യം പറയാമെന്ന് സച്ചി പറയുന്നത് കേട്ടാ. അപ്പോൾ തന്നെ ഞങ്ങൾ അണ്ണൻ പറഞ്ഞ് വന്നതാണ്. അണ്ണന് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ നിർബന്ധിക്കാമെന്ന് തോന്നരുത്. അണ്ണൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതുമാണ്. അപ്പോൾ സച്ചിയുടെ അഭിപ്രായം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ആ ജീവരാജിൻ്റെ പിറകിലുള്ള ആ കേസ് അങ്ങ് പിൻവലിക്കായിരുന്നു. അവൻ നല്ല പഠിക്കുന്നത് കൊണ്ട് തന്നെ അണ്ണനും മഞ്ചാടിക്കൊക്കെ ഒരു താല്പര്യമുണ്ട് ഈ കേസ് ഒഴിവാക്കി കൊടുക്കാൻ. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി, സംഭവം എൻ്റെ മകനാണല്ലോ, ഞാനും ആണല്ലോ ഇതിൽ നാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ മഞ്ചാടിയും ഈ പറയുന്ന ഗോകുലുമായുള്ള വിവാഹ നിശ്ചയം നടത്തണം. ഒരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസ് പിൻവലിക്കുക എന്ന് പറയുന്നിട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ദാസിനും രഘുവിനും ഒത്തിരി സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയം സുശീലയുടെ അടുത്തോട്ട് സുശീലയുടെ മകൻ എത്തിയിരിക്കുകയാണ്. അമ്മ എന്താ ഇവിടെ ഇരിക്കുന്ന, അകത്തോട്ട് കയറായിരുന്നില്ലേ? അതിന് എന്നെ കണ്ടപ്പോൾ നിൻ്റെ ഭാര്യ വാളെടുക്കാനുള്ളത് പോലെ അകത്തോട്ട് കയറി പോവുകയല്ലേ ചെയ്ത്, പിന്നെ ഞാനെങ്ങനെ അകത്തോട്ട് കയറാനാണ്? അപ്പോൾ നമുക്ക് ചായയും വെള്ളമൊന്നും അവൾ തന്നില്ലേ? അത് പറഞ്ഞ് നാക്കുള്ളിലോട്ട് ഇട്ടില്ല. അത് എനിക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടെ അനുപമ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അനുപമയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് സുശീല. ഇതാ ചായ എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ അനുപമയെ നീ അകത്ത് കൊണ്ടുവെക്കാം, അമ്മ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ, അകത്തോട്ട് കയറ്റാം എന്ന് പറയുമ്പോൾ സുശീല പറയണേ, ഞാൻ അകത്ത് കയറരുതെന്ന് കരുതിയിട്ടാണല്ലോ നിൻ്റെ കെട്ടിയോള് എനിക്ക് ചായ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഈ അക്കാര്യങ്ങളൊന്നും പറയാനല്ല വന്നത്. ഞാനൊരു കാര്യം പറയാൻ ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ സച്ചിയുടെ പണം തിരികെ കൊടുക്കണം, 25 ലക്ഷം രൂപ. എന്താ അമ്മ ഈ പറയുന്നത്? 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞത് അത് വലിയ കടബാധ്യതയില്ല, പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. സച്ചി സാറിനോട് ഞാൻ സംസാരിച്ചോളാം, കുറച്ച് സാവകാശം കിട്ടും. അപ്പോൾ അത് കേൾക്കുന്ന സുശീല പറയണേ, എനിക്ക് സാവകാശമൊന്നും വേണ്ട, അയാളുടെ പൈസ എനിക്ക് ജീവനുണ്ടെങ്കിൽ നീ അത് തിരിച്ചു കൊടുക്കണം. കാരണം അല്ല എങ്കിൽ നിൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ അവിടെ വന്നിരിക്കും. ഇന്നത്തെ ദിവസം അങ്ങ് പോട്ടെ, നാളെയും മറ്റന്നാളും ആ 2 ദിവസം എനിക്ക് അവധി തരും. അതിനുള്ളിൽ 25 ലക്ഷം രൂപ നീ എനിക്കുള്ളിൽ തരണം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അനുപമക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. അനുപമയുടെ മുഖമൊക്കെ മാറി മറിയാണ്. ഇനിയും കുടുംബബാധ്യത ഏറ്റെടുക്കുന്ന ഇന്ദ്രേട്ടനെ എന്താണ് വേണ്ടതെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ഇന്ദ്രൻ പറയണേ, അമ്മ വിചാരിക്കുന്നത് പോലെ ഈ 2 ദിവസത്തിനുള്ളിലൊന്നും കാര്യം നടക്കില്ല. എന്നാൽ നിൻ്റെ വീട്ടുമുറ്റത്ത് ബെഡും കിടക്കയൊക്കെ ആയി ഞാൻ ഇവിടെ വന്ന് കിടക്കുമെന്ന് പറയണ കേട്ടോ. അത് കേട്ടിട്ട് ഇന്ദ്രനൊന്നും ഞെട്ടുന്നുണ്ട്. പിന്നീട് സുശീല അങ്ങ് പോവുകയാണ്. ഇതേ സമയം ഇനി എന്താ ഇന്ദ്രേട്ട ചെയ്യുക, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും സത്യനുമായി സംസാരിച്ചോട്ടെ. ഞാൻ എന്തായാലും എൻ്റെ അച്ഛനോട് ഈ പൈസ ചോദിക്കണം. ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയ ഓഹരിയിൽ നിന്ന് കിട്ടുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ട, അത് അവകാശികൾ കൂടുതലുള്ളതാണ്, അതിൽ നിന്ന് എടുത്താൽ എൻ്റെ അച്ഛന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കേണ്ട, ഞാൻ സത്യനുമായി ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ടാവാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സത്യനെയാണ് കാണിക്കുന്നത്. സത്യൻ്റെ അടുത്തോട്ട് ഇന്ദ്രൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എന്താ ഏട്ടാ, എന്തിനാ വന്നത്? നിങ്ങൾ ട്രാവൽസിലോട്ടാണ് പോകുന്നതല്ലേ? ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഏട്ടൻ കാര്യം പറഞ്ഞോളൂ. അതെ, നമ്മുടെ അമ്മ അവിടെ വന്നിരുന്നു. 25 ലക്ഷം സത്യസാറിൽ നിന്ന് വാങ്ങിയുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടുമുറ്റത്ത് നിരാഹാര സമരം നടത്തുമെന്നൊക്കെ പറഞ്ഞത്. അത് കേൾക്കുന്ന ഷാമു പറയണേ, എന്തായാലും മനുചേച്ചി അവിടെ നിന്ന് ഓടിക്കാനുള്ള പുതിയ തന്ത്രവുമായിട്ടാണ് ഇന്ദ്രേട്ടൻ്റെ അമ്മ വന്നിരിക്കുന്നത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, ഇത്രയും നാളും ഞാൻ എൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ചു. പക്ഷേ അമ്മയെ എങ്ങനെ എന്നെ എതിർക്കാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് അമ്മക്ക് തിരിച്ചടി കൊടുക്കേണ്ടി വരും, അമ്മയോട് തിരിച്ച് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പറയാണ് കേട്ടോ.